പാളയം ഇന്നലെ യുദ്ധക്കളമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരം വീണ്ടും സംഘർഷഭരിതമാകുകയാണ് രാഷ്ട്രീയ മാറ്റമുണ്ടായതോടെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റും 14 സെക്കൻഡും. തലസ്ഥാനത്തെ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. പോലീസ് ഏകപക്ഷീയമായി ഇടപെട്ടെന്ന് ആരോപിച്ച് SFI ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയുന്നു. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കാലത്തിലേക്ക് തലസ്ഥാന നഗരം മടങ്ങിപ്പോവുകയാണോ? വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ ഈ സംഘർഷഭരിതമായിരുന്നില്ല തലസ്ഥാനത്തെ സമരങ്ങൾ കഴിഞ്ഞ കുറെ കാലം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മാറ്റമടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ഒരു കരുത്തുകാട്ടൽ എന്ന രീതിയിലാണ് ഇന്നലെ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFIയും KSUവും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ഏറെ വൈകിയും തലസ്ഥാനത്ത് പ്രത്യേകിച്ച് പാളയം ഭാഗത്തേക്കൊക്കെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കേരള സർവകലാശാലയിലെ വലിയ വിജയം, അതിന്റെ ആഘോഷ പ്രകടനങ്ങൾക്കിടെയാണ് SFI KSU സംഘർഷം ഉണ്ടായത്. കേരള സർവകലാശാലയിൽ നിന്നും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് SFIയുടെ ആഘോഷ പ്രകടനം എത്തുന്നതിനിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറും കമ്പുകൾ വലിച്ചെറിയുന്നതും പരസ്പരം കൂക്കിവിളി അടക്കമുള്ള കാര്യങ്ങൾ അതുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുന്ന FI കേസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മണ്ണന്തല SHOയുടെ കൈക്കൊടിവടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന്റെ FIR 10 SFI നേതാക്കളടക്കമുള്ള ആളുകളെ പ്രതികർത്തുകൊണ്ടാണ് FIR എടുത്തിരിക്കുന്നതിൽ പറയുന്നത് അന്യായമായി തടിച്ചുകൂടി പോലീസിന്റെ ആക്ഷൻ അല്ലെങ്കിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതിനൊക്കെ അപ്പുറത്തേക്ക് SFI KSU പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ FIR-ൽ പറയുന്നുണ്ട്. കൂടാതെ പലതവണ ജലപീരങ്കിയും ടിയർ ഗ്യാസ് പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും SFI KSU പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. KSU പ്രവർത്തകർക്കെതിരെയും കേസെടുക്കും എന്നുള്ള കാര്യം ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.